ഡയറി ഡൗട്ട് ടു ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതാ ഈ കാണുന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. കൃത്യം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിലായിരിക്കും ഈ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് വിളിക്കാവുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോളറിലേക്ക് കിടക്കാം. ഹലോ, ഡയറി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. അതെ സാറേ, പറയൂ. ഞാൻ ദുബൈയിൽ നിന്ന് വിളിക്കുന്നതാണ്. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. 556 ആണ് മാർക്ക്. 556 ആണ്. ഒബിസി മുസ്ലിം. അത് ചാൻസിനെ പറ്റി ചോദിക്കാനാണ് വിളിച്ചത്. കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിംഗ് ഉറപ്പായിട്ടും തേർഡ് അലോട്ട്മെന്റ് സ്ട്രേ വേക്കൻസിയിലൊക്കെ സീറ്റുകൾ ലഭ്യമാകും. പഠിക്കുന്നത് കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ നല്ല കോളേജുകൾ തന്നെ ആയിരിക്കും. KMCT, ട്രാവൻകൂർ, കരുണ, പിന്നെ നമുക്ക് ശ്രീനാരായണ, PK ദാസ്, വയനാട് വിംസ്, അതുപോലുള്ള കോളേജുകളൊക്കെ ലഭ്യമാകും. വേണ്ട സാറേ, കേരളത്തിന്റെ ആദ്യത്തെ അലോട്ട്മെന്റിൽ ഗവൺമെന്റിന് ശേഷം സെൽഫ് ഫിനാൻസിംഗ് 19 കോളേജും മൈനോറിറ്റി കോളേജുകളും ഉൾപ്പെടുത്തിയാൽ മാത്രം മതിയാകും. ഹലോ, ഡയറി ഡൗട്ട് ടു ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുകയാണ്. പറയുമോ? 480 മാർക്കാണ്. 480. കാറ്റഗറിയാണ്. അപ്പൊ MBBS ഗവൺമെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? MBBS ഗവൺമെന്റ് സീറ്റ് കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. എന്നാൽ സെൽഫ് ഫിനാൻസിങ്ങിന്റെ ഏതെങ്കിലും സീറ്റുകൾ കിട്ടാനുള്ള മാർക്കുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ കേരളത്തിൻ്റെ നമുക്ക് റാങ്ക് ലിസ്റ്റ്, അതിൻ്റെ കാറ്റഗറി റാങ്ക് എന്നിവ വന്നു കഴിഞ്ഞാലേ നമുക്ക് 100% ഉറപ്പുള്ളൂ. ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ. ഹലോ, ഡയറി ഡൗട്ട് ടു ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ശിവൻ സാർ. നമസ്തേ സാർ. മോൾക്ക് 653 ആണ് മാർക്ക്. 26,817 റാങ്ക്. അപ്പോ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്കാണ്. അപ്പൊ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സാറേ? ലാറ്റിൻ കാത്തലിക്സിന്റെ കാറ്റഗറി വെച്ചിട്ട് കേരളത്തിൽ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം കിട്ടിയിട്ടുണ്ട്. റാങ്കും, കേരള മെഡിക്കൽ റാങ്കും കാറ്റഗറി റാങ്കും ഒക്കെ വരുമ്പോൾ കേരളത്തിൽ ഏത് കോളേജാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് സാധ്യത തീർത്തും കുറവാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ 2 റൗണ്ടുകളിൽ പങ്കെടുക്കണമെന്നില്ല. കേരള റൗണ്ടിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും. പിന്നെ സാർ, ഈ ശ്രീ മധുസൂദനൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അതെ. അതിലെങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ? അതിന് KEA, കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണമായിരുന്നു. അതിനുശേഷം അവിടുത്തെ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം കർണാടക സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ പ്രൈവറ്റ് സീറ്റുകൾക്ക് ഓപ്ഷൻ കൊടുത്താൽ ശ്രീ സായി മധുസൂദൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. KEAയുടെ അപ്ലിക്കേഷൻ ഇനിയിപ്പോൾ ഇത്രയും താമസിച്ചു പോയതുകൊണ്ട് എങ്ങനെ വരുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും റിസൾട്ട് ഡേറ്റാബേസ് വന്നതിന് ശേഷം 3 ദിവസം തരുമെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല കേരളത്തിൽ തന്നെ? തീർച്ചയായിട്ടും. ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ടു ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാറേ, പറയൂ സാറേ. എവിടുന്നാ വിളിക്കണേ? ഞാൻ കണ്ണൂരിന്നാണ്. ഓക്കെ സാറേ, പറയൂ. എന്റെ മകന് ഈ പ്രാവശ്യം 596 ഉണ്ട്. ഓക്കെ സാറേ. EWS സെൽഫ് ഫിനാൻസിംഗില് ഫസ്റ്റ് ചാൻസസ് മേടിക്കാൻ സാധ്യതയുണ്ടോ? 100%. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടും. ഇല്ല സാറേ, ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. പക്ഷേ സെൽഫ് ഫിനാൻസിംഗിൽ സാറിന്റെ EWS കാറ്റഗറി വെച്ച് കിട്ടുന്ന 1ാമത്തെ കോളേജ് തന്നെ കിട്ടും. ആദ്യത്തെ അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്യും. ഹലോ, ഡയറി ഡൗട്ട് ടു ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, എന്റെ മകളെ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ തമിഴ്നാട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണോ സാറേ? വേണ്ട. CBSE ICSE വിഭാഗങ്ങൾക്ക് തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട. കേരളത്തിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് മാത്രം മതി MGR യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഈ ഒരു കാര്യം പറയുന്നുണ്ട് സാറേ, എന്റെ മോൾക്ക് 680 മാർക്കാണ്. OBC റിസർവേഷൻ ഉണ്ട്. അപ്പൊ കേരളത്തിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ? OBC ഏതാണ്? ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ്, ഹിന്ദു, വിശ്വകർമ്മ?
ഏതാണ്? മുസ്ലിം. 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 ഓക്കെ, അപ്പം കേരള അലോട്ട്മെന്റ് വഴിയും ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴിയും കേരളത്തിൽ കിട്ടും. ആദ്യം ഓൾ ഇന്ത്യ വഴി ഏതാണ് കിട്ടുന്നത് നോക്കുക, എന്നിട്ട് കേരളത്തിൻ്റെ സാധ്യതയും കൂടെ നോക്കുക. ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഏത് വഴിയാണോ കിട്ടുന്നത്, രണ്ടാമത്തെ റൗണ്ടിൽ അത് വെച്ച് അഡ്മിഷൻ എടുക്കാം. അപ്പൊ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ സാറേ? കേരളത്തിൽ അഡ്മിഷൻ കിട്ടും. ഓൾ ഇന്ത്യ വഴിയും കിട്ടും, കേരള വഴിയും കിട്ടും. കേരളത്തിന്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സീറ്റ് എടുക്കുക. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിലെ സാധ്യതകൾ മനസ്സിലാക്കി ഏതിലാണ് നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി ഉണ്ട് സാറേ, ഈ കർണാടകയിലാണെങ്കിൽ നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണോ? കർണാടകയിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം, പക്ഷെ അത് അഡ്മിഷൻ സമയത്ത് നിർബന്ധമില്ല. അഡ്മിഷൻ ശേഷം ക്ലാസ് തുടങ്ങിയ സമയത്ത് മതിയാവും. സന്തോഷം സാറേ, ഹലോ, ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കണത്. ഓക്കെ, പറയൂ മാം. എന്റെ മോന് 587 മാർക്കുണ്ട്. 587. ഓക്കെ, ഞങ്ങൾ SC ആണ്. ഞങ്ങൾ കേരളത്തിൽ കിട്ടുമോ? 100%. നല്ല മാർക്കല്ലേ? ഗവൺമെന്റ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉറപ്പായിട്ട് ലഭിക്കും. പിന്നെ അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ കൊടുക്കണോ സാർ? വേണ്ട. വേണ്ടല്ലേ? അപ്പൊ ഇവന് തിരുവനന്തപുരത്ത് കിട്ടുമോ? നമുക്കത് കാറ്റഗറി റാങ്ക് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. തിരുവനന്തപുരം നോക്കുമ്പോൾ കഴിഞ്ഞ മാർക്ക് അനുസരിച്ച് അല്പം പാടായിരിക്കും, എങ്കിലും അതല്ലാത്ത എല്ലാം ലഭിക്കും. ഓക്കെ. ഹലോ, ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആ, പറയൂ. എനിക്ക് ഇപ്രാവശ്യം സ്കോർ വന്നത്. മോളെ സ്കോർ ഒരിക്കൽ കൂടി പറയാമോ? 629. ഓക്കെ മോളെ. ഞാൻ OBC കാറ്റഗറിയിൽ വരുന്നതാ. ഓക്കെ. കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? കേരളത്തിന്റെ ഗവൺമെന്റ് മേഖലയിലാണോ മോളെ? ഗവൺമെന്റ് MBBS സാധ്യത ഒട്ടും തന്നെ ഇല്ല. സെൽഫ് ഫിനാൻസിങ് MBBS, പിന്നെ BDS, അഗ്രികൾച്ചർ, വെറ്റിനറി എല്ലാം ഗവൺമെന്റ് മേഖലയിൽ ലഭിക്കുകയും ചെയ്യും. ഓക്കെ. ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, സാറല്ലേ? നമസ്തേ, പറയൂ. തിരുവനന്തപുരത്തുനിന്നാണേ. ഓക്കെ. മോളുടെ കാര്യത്തിന് വേണ്ടിട്ടാ. മോക്ക് കഴിഞ്ഞ മീറ്റിംഗ് സ്കോർ 622. ഓക്കെ. അപ്പൊ എന്താണ് ചാൻസ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. സെൽഫ് ഫിനാൻസിങ് MBBSന്റെ എല്ലാ സീറ്റുകളും തന്നെ ലഭ്യമാകും. ഒപ്പം BDS ചില ഗവൺമെന്റ് സീറ്റുകൾ കിട്ടാനുള്ള ചെറിയ സാധ്യതയുണ്ട്. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ എല്ലാം ഗവൺമെന്റ് മേഖലയിൽ. ഓക്കെ. OEC വിഭാഗമാണോ അതോ ജനറൽ വിഭാഗമാണോ? OEC ആണ്. അപ്പൊ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ട്യൂഷൻ ഫീസ് ഒഴിവാക്കി പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടോ സാർ? തിരുവനന്തപുരത്തുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഗോകുലം, SUT, സോമർവെല്ല് അതുപോലുള്ള ഏത് കോളേജുകളും ലഭിക്കും. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് ഗവൺമെന്റ് സീറ്റുകൾ വെക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഗവൺമെന്റ് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് എല്ലാ കോളേജുകളും കൊടുത്തതിന് ശേഷം മാത്രമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കൊടുക്കേണ്ടത്. ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ, പറയൂ. മോക്ക് 547 മാർക്കാണ്. ഓക്കെ. BSc കാറ്റഗറിയിലാ സാർ. ഓക്കെ. OEC ആണോ? ഓക്കെ. പറയൂ. നമുക്ക് കറക്റ്റ് നമ്മുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണോ വരാൻ സാധ്യതയുള്ളത് ആ മാർക്കിലാണ് നിൽക്കുന്നത്. കേരള മെഡിക്കൽ റാങ്ക് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് സാധ്യതയെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ സ്ട്രേ വേക്കൻസിയിലായിരിക്കും നമുക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത. ഏതാണെങ്കിലും ഒട്ടും സാധ്യത ഇല്ലാത്തൊരു മേഖലയല്ല. ഒരു 60-70% നമുക്ക് സീറ്റുകൾ കിട്ടാവുന്ന ഒരു മാർക്ക് തന്നെയാണിത്. കേരള മെഡിക്കൽ റാങ്ക് വന്നതിന് ശേഷം ഒന്ന് വിളിക്കുക, കൃത്യമായിട്ട് പറഞ്ഞു നൽകിക്കൊള്ളാം. ശരി. ഹലോ, ഡയറി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്തേ. ആ, ശിവനാണ്, പറയൂ സാറേ. ഹലോ, ശിവൻ സാർ ലൈനിലുണ്ട്, സംസാരിച്ചോളൂ. സ്റ്റുഡന്റ് പോർട്ടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഗവൺമെന്റ് ഓർഡറുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. NRIയുടെ ഡോക്യുമെന്റ്സ് ഏതൊക്കെ സ്വീകരിക്കണം എന്നുള്ളതിൽ വെച്ച് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ടുള്ളതല്ല. പുതിയതായിട്ട് നമ്മൾ രേഖകളൊന്നും കൊടുക്കേണ്ടതുമായിട്ടില്ല സാറേ. വേണ്ട. നമുക്ക് വിസ, NRI സർട്ടിഫിക്കറ്റ്, അല്ലെ നോർക്കയുടെ ലെറ്റർ, എംബസിയുടെ ലെറ്റർ, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മതിയാകും. ഇല്ല സാറേ. അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. എന്റെ മോൻ +2 2023 പാസ്സായതാണ്. അപ്പൊ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് ഈ വർഷത്തെ പുതിയ ഡേറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അത് മതിയാവില്ലേ? ധാരാളം മതിയാകും. ഓക്കെ.
അടുത്ത ചോദ്യം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എനിക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ സിവിൽ സർജന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വൈറ്റ് പേപ്പറിലാണ്. ഹോസ്പിറ്റലിന്റെ ഡോക്ടറുടെയും സ്റ്റാമ്പ് ഒക്കെ ഉണ്ട്. അത് മതി. ഓക്കെ, ബൈ. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ. പറയും മോളെ. ഞാൻ OBC എൻസിയിലാണ്. അപ്പൊ എനിക്കിപ്പോ ന്യൂലിംഗം 8 ലക്ഷത്തിന്റെ ആവില്ല. അപ്പൊ നമുക്ക് EW സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാമോ? ഇല്ല മോളെ, ജനറൽ വിഭാഗത്തിൽ മാത്രമേ EWS റിസർവേഷൻ കിട്ടുകയുള്ളൂ. OBC വിഭാഗത്തിന് അത് കിട്ടുകയില്ലല്ലോ. ശരി, എന്റെ സ്കോർ വന്നിട്ട് 642 ആണ്. ഓക്കെ. അപ്പൊ എനിക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ഗവൺമെന്റ് സീറ്റ് എവിടെയെങ്കിലും? നമുക്കിപ്പം നിലവിലുള്ള സീറ്റുകളുടെ ഇതനുസരിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നോക്കിയാൽ ഒരു 23,000 24,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ മാത്രമേ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് സീറ്റ് ലഭിച്ചിട്ടുള്ളൂ. റിസർവേഷൻ ഉള്ള കാറ്റഗറികൾക്ക് ഉൾപ്പെടെ ഏതാണ്ട് 37ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് പുതിയതായിട്ട് അനുവാദം കിട്ടിയിരിക്കുന്നത്. ആ സീറ്റുകൾ വന്നാൽ തന്നെ ഒരു 25,000 ഓൾ ഇന്ത്യ റാങ്കിന് തീരാനാണ് സാധ്യത. ശരി മോളെ. പിന്നെ മുസ്ലിം മൈനോറിറ്റി കോളേജിൽ ഇപ്പൊ നമുക്ക് കിട്ടിയാൽ തന്നെ എന്തെങ്കിലും ഫീ കൺസെഷനോ സ്കോളർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും? നമുക്ക് അലോട്ട്മെന്റ് വഴി യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. നമ്മൾ മുഴുവൻ ഫീസും അടക്കേണ്ടതായി വരും. ശരി മോളെ. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ സാറേ, OBC 615 മാർക്കാണ്. OBC മുസ്ലിമാണ്. ഓക്കെ. സാധ്യതകൾ ഒന്ന് പറയാമോ? സെൽഫ് ഫിനാൻസിങ് MBBS, MES, ട്രാവൻകൂർ, KMCT പോലുള്ള എല്ലാ കോളേജുകളിലും ലഭ്യമാകും. BDS ഗവൺമെൻറ് മേഖലയിൽ കിട്ടാനുള്ള ചെറിയ സാധ്യതയുണ്ട്. വെറ്റിനറി ലഭിക്കുകയില്ല. അഗ്രികൾച്ചർ, ആയുർവേദം, ഫിഷറീസ്, ഫോറസ്ട്രി പോലുള്ള എല്ലാ സീറ്റുകളും ലഭ്യമാകും. വെറ്റിനറി ഓൾ ഇന്ത്യയും കിട്ടൂലേ? ഓൾ ഇന്ത്യ ഉറപ്പായിട്ട് കിട്ടും. തമിഴ്നാട്, കർണാടകം പോലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും കിട്ടും. കേരളത്തിൽ കിട്ടാൻ അല്പം പാടായിരിക്കും. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ, പറയൂ. ഞാൻ വിളിക്കുന്ന കരുനാഗപ്പള്ളിയിൽ. ഓക്കെ. മകൾക്ക് 615 മാർക്കുണ്ട്. ഓക്കെ. ESA IP ഉണ്ട്, സെൻട്രൽ EWS ഉണ്ട്. ഓക്കെ. അപ്പം സാധ്യത ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നമുക്ക് സീറ്റുകൾ ലഭിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ESA ഗുൽബർഗ് ആയിരിക്കും ലഭിക്കുന്നത്. അതിനുശേഷം ചെന്നൈ അല്ലെങ്കിൽ ഈവൻ കോയമ്പത്തൂർ അല്ലെങ്കിൽ കൊല്ലം അതുപോലുള്ള സീറ്റുകൾക്കൊക്കെ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ESAയുടെ 11 കോളേജുകൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. ഇല്ല, അതിനകത്ത് നമുക്ക് ഒട്ടും സാധ്യതയില്ലാത്തത് കൊണ്ടും ഓപ്ഷനുകൾ തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടും ഈ 11 എണ്ണം മാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമ്മളെ ഇപ്പൊ നിലവിലുള്ള അലോട്ട്മെന്റ് ഷെഡ്യൂളിലെ നമ്മളെ ഈ അലോട്ട്മെന്റ് ആയി കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത തൊട്ട് മുമ്പ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത് അത് കമ്പൽസറി അല്ല സാറേ. MCCയുടെ സൈറ്റിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അത് കമ്പൽസറി അല്ല. നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയാകും. കമ്പൽസറി അല്ല സാറേ. അതുപോലെ ഈ അലോട്ട്മെന്റ് നമ്മൾ ലഭിക്കുന്നത് എങ്ങനെ പറയും? മെസ്സേജ് വഴിയാണോ? അതെ, അല്ല, നമ്മൾ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റ് വഴി അറിയും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പം യു ഹാവ് ആൻ അലോട്ട്മെന്റ് ഇൻ ദിസ് കോളേജ് എന്ന് പറഞ്ഞുള്ള ഒരു അലോട്ട്മെന്റ് മെമ്മോ നമുക്ക് ലഭിക്കും. നമ്മുടെ പോർട്ടലിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇമെയിൽ വഴിയോ മെസ്സേജ് വഴിയോ ലഭിക്കുകയില്ല. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ, പറയൂ സാറേ. 653 മാർക്ക്. ഓക്കെ സാർ. അപ്പോ അവനക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ എന്തൊക്കെയാണ്? ഞാൻ ഒന്നും കിട്ടില്ലെങ്കിൽ പ്രൈവറ്റില് ചേർന്ന് ആഗ്രഹിക്കുന്നത്. എവിടെയാണ് സാറേ കയറണം ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ. ഓക്കെ. കേരളത്തിന്റെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? ഓക്കെ. അപ്പൊ കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ മാത്രമേ നമുക്ക് സാധ്യത ഉള്ളൂ എന്ന് തോന്നുന്നു. ഗവൺമെന്റ് സീറ്റുകളെല്ലാം വെച്ചിട്ട് കേരള വഴി കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിംഗ് വെച്ചാൽ ഏത് കോളേജും കിട്ടും. ഓൾ ഇന്ത്യയിൽ ഗവൺമെന്റ് കിട്ടാനുള്ള സാധ്യത തീർത്തും കുറവാണെന്ന് തോന്നുന്നു. അതെ സാറേ, എന്നത്തെ ഓൾ ഇന്ത്യ വഴി ഗവൺമെന്റ് കിട്ടാനുള്ള സാധ്യത അല്പം കുറവാണെന്ന് തോന്നുന്നു. ഏത് കോളേജും ഒന്നാമത് വെക്കുന്ന സെൽഫ് ഫിനാൻസിംഗ് കോളേജ് കിട്ടും. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാർ. നമസ്തേ, പറയുമോളെ. സാർ, എന്റെ ഡൗട്ട്, എനിക്ക് സ്റ്റേറ്റ് അലോട്ട്മെന്റില് ഫസ്റ്റ് കിട്ടി, ഒരു സെൽഫ് ഫിനാൻസിൽ കിട്ടി.
എന്നിട്ട് എനിക്ക് അപ്പൊ ഓൾ ഇന്ത്യന്റെ തേർഡ് അലോട്ട്മെന്റ് തന്നെ പരിഗണിക്കൂലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ എനിക്ക് പരിഗണിക്കണമെങ്കിൽ സാറൊന്ന് പറഞ്ഞായിരുന്നല്ലോ ക്വിറ്റ് ചെയ്ത് നിൽക്കണം. രണ്ടാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾ ക്വിറ്റ് ചെയ്യണം. അത് ഏത് അലോട്ട്മെന്റ്? സ്റ്റേറ്റിന്റെ അലോട്ട്മെന്റിന്റെ സെക്കൻഡ് ആണോ? സ്റ്റേറ്റിന്റെ സെക്കൻഡ്. ഓൾ ഇന്ത്യ സെക്കൻഡ് പബ്ലിഷ് ചെയ്തു. ഓൾ ഇന്ത്യ സെക്കൻഡ് പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മുടെ റാങ്കിനനുസരിച്ച് കിട്ടാവുന്ന ഒരു സാധ്യതയായി. അതുകൊണ്ട് കേരളത്തിന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾ ക്വിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ സാർ പിന്നെ നമ്മളെ അപ്പം ഓൾ ഇന്ത്യയുടെ തേർഡിലും ഫോർത്തിലും പരിഗണിക്കും, അതുപോലെ സ്റ്റേറ്റിന്റെ തേർഡിലും ഫോർത്തിലും പരിഗണിക്കുമോ? കേരളത്തിന്റെ തേർഡിൽ നിന്ന് ഔട്ടാവും, ഫോർത്തിൽ പരിഗണിക്കും. അങ്ങനെയാ. അപ്പൊ സാർ ഈ കിട്ടിയാന്ന് പറയുമ്പോ എങ്ങനെ ചെയ്യാ? നമുക്ക് വിഡ്രോവൽ ഇതുണ്ട്. നമ്മളെ എൻട്രൻസ് കമ്മീഷൻ അറിയിച്ചുകൊണ്ട് നമുക്ക് ഫീസ് തിരികെ മേടിക്കാം. അതായത് അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് പോവോ സാർ? എല്ലാ അലോട്ട്മെന്റും നഷ്ടമാവും. അപ്പൊ കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെല്ലാം പോവല്ലേ? എല്ലാ സീറ്റുകളും പോകും. നമുക്ക് ഒരു സീറ്റും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ മാത്രമേ ഓൾ ഇന്ത്യയുടെ തേർഡിലും സ്ട്രെയിലും ഒക്കെ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ സാർ, മനസ്സിലായി. ശരി, താങ്ക് യു സാർ. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. പറയുമോളെ. സാർ, എന്റെ നീറ്റ് സ്കോർ 555 ആണ്. ഓക്കെ. എനിക്ക് കേരളത്തിൽ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടുമോ? MBBS 555 കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. എത്രാമത്തെ ഫസ്റ്റ് ഓപ്ഷൻസിൽ കിട്ടുമോ? ഇല്ല, തേർഡിലോ അല്ല സ്ട്രെയിലോ കിട്ടുള്ളൂ. ശരി മോളെ. താങ്ക് യു സർ. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്തേ, പറയൂ സാറേ. സാറേ, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. മകള് പാലായിലായിരുന്നു പഠിച്ചത്. ഓക്കെ. അപ്പം 550 മാർക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി ആണ്. ഓക്കെ. അപ്പൊ ഒറ്റ ഇതേ ഉള്ളൂ, പുഷ്പഗിരി കിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം 10,200 10,500 വരെയുള്ള റാങ്കിന് പുഷ്പഗിരി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷവും ഏതാണ്ട് ആ റാങ്ക് വന്ന് സെക്കൻഡ് അല്ല തേർഡ് അലോട്ട്മെന്റ് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഓക്കെ. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, എന്റെ സ്കോർ 655 ആണ്. ഓക്കെ. 685 കാറ്റഗറി. ഓക്കെ. 655 ജനറൽ കാറ്റഗറി. അതുപോലെ തന്നെ ഞാൻ ജോസ് വഴി NIT കാലിക്കറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗ് സീറ്റ് കൺഫർമേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അഥവാ MBBS സീറ്റ് കിട്ടിയാൽ എനിക്ക് അവിടെ നിന്ന് ഈ MBBSയിലേക്ക് വരാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് ആ 25-ാം തീയതി കഴിഞ്ഞാൽ, ജൂലൈ 25-ാം തീയതി കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് MBBSയിലോട്ട് തിരികെ വരാം. 25-ന് മുമ്പ് അലോട്ട്മെന്റ് നടപടിക്രമങ്ങളാവുകയാണെങ്കിൽ 5,000 രൂപ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് MBBSയിലോട്ട് വരാം. 25 കഴിഞ്ഞിട്ടാണെങ്കിലോ? അഥവാ നമുക്ക് ഈ അടയ്ക്കുന്ന എമൗണ്ട്, പാർഷ്യൽ എമൗണ്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 70,000 രൂപയോളം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് MBBSയിലോട്ട് വരാം. ഓക്കെ, തിരിച്ചു വരാം. അതുപോലെ തന്നെ സാധ്യത എത്രയായിരിക്കും MBBS കിട്ടാൻ? മോന്റെ സ്കോർ 655 ആണോ? 655. നമുക്ക് സ്ട്രേ വേക്കൻസിയിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അല്പം സാധ്യതകൾ കുറവ് തന്നെയാണ്. ഓക്കെ സാറേ, ശരി മോൻ. ഹലോ, ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാർ. നമസ്തേ, പറയൂ. ഞാൻ ലക്ഷദ്വീപ് നിന്നാണ്. ഓക്കെ. എന്റെ പേര് നസീർ. എന്റെ മകന്റെ പേര് മുഹമ്മദ് ഇബ്രാഹിം. അവന് ഞങ്ങള് ST-കാരാണ്. ഓക്കെ. ഞങ്ങൾക്ക് അവന് ഇപ്പോ ഈ +2-ന്റെ കൂടെ തന്നെ എഴുതിയതായിരുന്നു. 519 മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അതിനെ ഇപ്പോ ഗവൺമെന്റ് സീറ്റ് കിട്ടുമോ ഓൾ ഇന്ത്യയില്? ഓൾ ഇന്ത്യയില് നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോ എത്ര 2 ലക്ഷത്തിനടുത്ത് എത്തി അല്ലേ? അതെ. അതുകൊണ്ട് അല്പ സാധ്യതകൾ കുറവാണ്. എങ്കിലും ഓൾ ഇന്ത്യ കോട്ടയിലെല്ലാം നമ്മൾ എല്ലാ സീറ്റുകളും കൊടുക്കുകയാണെങ്കിൽ സ്ട്രേ വേക്കൻസിയിലൊക്കെ ആണെങ്കിലും വരാവുന്നതാണ്. പക്ഷേ അല്പം സാധ്യതകൾ ഉള്ളൂ എന്ന് മാത്രം. നമുക്ക് എത്ര പൈസ കെട്ടേണ്ടി വരും ഈ ST-കാർക്കൊക്കെ? നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ട എവിടെയാണ് എലിജിബിലിറ്റി? ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോൺസേഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഏത് സ്റ്റേറ്റ് കോട്ടയിൽ കൊടുക്കുന്നതനുസരിച്ചിരിക്കും. അവിടെ ഇപ്പം കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിൽ 8 ലക്ഷം, കർണാടകത്തിലാണെങ്കിൽ 10 ലക്ഷം, തമിഴ്നാടാണെങ്കിൽ 13.5, ആ റേഞ്ചിൽ തന്നെയാവും. ഞങ്ങൾക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടാവുമോ? ഇല്ല, പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതെ, സ്റ്റേറ്റ് കോട്ടകളിൽ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ടേ പരിഗണിക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ കോട്ടയിൽ ST റിസർവേഷൻ ലഭിക്കും. കേരളത്തില് കേരള ഗവൺമെന്റ് സ്പോൺസേഡ് സീറ്റിനായിട്ട് അപേക്ഷിക്കാം. പക്ഷെ അതൊരു സീറ്റല്ലേ ഉള്ളൂ. അത് ഓൾ ഇന്ത്യ കോട്ടയിൽ പരിഗണിക്കും അല്ലേ? ഓൾ ഇന്ത്യ കോട്ടയിൽ പരിഗണിക്കും. അതിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ശരി. ശരി സാർ, താങ്ക് യു സാർ. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം.
ഹലോ, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വിളിക്കുവാണ്. നമസ്തേ. മോളുടെ മാർക്ക് 600 റാങ്ക് 80,750 ആണ്. ഓക്കെ. ക്രിസ്ത്യൻ ആണ്. നമ്മളിപ്പം സെൽഫ് ഫിനാൻസിങ് ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളാണ് നോക്കുന്നത്. അതെ അതെ. അപ്പം ജൂബിലിയും അമലയും കിട്ടാൻ സാധ്യതയുണ്ട് സർ? നമുക്ക് കഴിഞ്ഞ 5500 വരെ ജൂബിലി തേർഡ് അലോട്ട്മെന്റിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ആ റേഞ്ചിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിലും രണ്ടാമത്തെ ഓപ്ഷൻ മുതലുള്ളത് ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ ലഭിക്കും. ബാക്കിയെന്നുള്ളത് നമുക്ക് തേർഡ് അലോട്ട്മെന്റ് വരെ ഹയർ ഓപ്ഷൻ നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റിൽ എന്തായാലും നമ്മൾ ഗവൺമെന്റ് വെക്കണ്ടല്ലോ സർ, പ്രൈവറ്റ് മാത്രം വെച്ചാൽ? പ്രൈവറ്റ് മാത്രം വെച്ചാൽ മതി. നമ്മൾ ക്രിസ്ത്യൻ മൈനോറിറ്റി മാത്രം വെച്ചാലും മതിയാകും. ഓക്കെ സർ, താങ്ക് യു ഓക്കെ. സർ, താങ്ക് യു. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, ഞാൻ കണ്ടിന്യൂസ് വിളിക്കുന്നത്. പറയൂ സാറേ. എന്റെ മകൾക്ക് 662 മാർക്കുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ എന്താണ് അവസ്ഥ? നമുക്ക് കേരളത്തിൽ കിട്ടാനൊന്നും വഴിയുണ്ട്? OBC കാറ്റഗറിയിൽ പെട്ടാണ്. നമുക്ക് ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് വഴിയും കേരളത്തിൻ്റെ അലോട്ട്മെന്റുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കേരളത്തിൽ അറിയാം, ഈ വർഷം നമുക്ക് മലയാളികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഓൾ ഇന്ത്യ വഴിയോ കേരള വഴിയോ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യത തുലവും കുറവാണ്. പിന്നെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ ഏതെങ്കിലും ഒരു കോളേജ് വന്നുകൂടായികയില്ല എന്ന് മാത്രം. എന്തായിരുന്നാലും ഓൾ ഇന്ത്യയുടെ സെക്കൻഡും കൂടെ കഴിയുമ്പോൾ നമുക്കൊരു സാധ്യത വിലയിരുത്താം. ഇപ്പോൾ നമുക്ക് എണ്ണം ഒത്തിരി കൂടുതലായതുകൊണ്ട് കേരളത്തിലൊരു ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ട് കിട്ടുമെന്ന് പറയുക അസാധ്യമാണ്. ഓൾ ഇന്ത്യയുടെ ഒരു അലോട്ട്മെൻറ്റ്, കേരളത്തിൻ്റെ ഒരു അലോട്ട്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യയുടെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാനാവും. സാർ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതിയാകും. ഒരു ഡൗട്ട് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തമിഴ്നാട് എടുത്തു വെച്ചാണ്. അത് ഓക്കെ. ഇപ്രാവശ്യം ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും പറ്റാവോ? തീർച്ചയായിട്ടും അത് മതിയല്ലേ? മതിയാവും. ഇപ്രാവശ്യം എടുക്കേണ്ട വേറെ? വേണ്ട. ഓ ശരി. ഓക്കെ. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഞാൻ വിളിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പറയും മാം. എന്റെ മോന് വേണ്ടിയിട്ടായിരുന്നു. അവന് 670 മാർക്ക്. ഓക്കെ 14,372 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ. OBC NCL മുസ്ലിം ആണ്. ആ. ഏതൊക്കെ കോളേജ് കിട്ടാനാണ് സാറേ സാധ്യത? തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ? കേരളത്തിലും തമിഴ്നാട്ടിലും ഏതൊക്കെ കിട്ടാൻ ചാൻസ്? കേരളത്തിലെ കൊല്ലം, എറണാകുളം, പരിയാരം, മഞ്ചേരി, ഇടുക്കി, കോന്നി, പാലക്കാട്. ഓൾ ഇന്ത്യ വഴി തമിഴ്നാട്ടിലെ അറിയാലോ, നമുക്ക് ധർമ്മപുരി, പുതുക്കോട്ട, അരിയല്ലൂർ, വിരുദുനഗർ, നാമക്കൽ, കൃഷ്ണഗിരി, തൂത്തുക്കുടി, അതുപോലുള്ള എല്ലാ കോളേജുകളും 35 കോളേജുകളിലാണ്ട് 20ഓളം കോളേജുകൾ നമുക്ക് തമിഴ്നാട് ലഭിക്കും. പിന്നെ സാർ ഒരു സംശയം കൂടെ. പിന്നെ നമ്മൾ ഓൾ ഇന്ത്യയിൽ കൊടുക്കുമ്പോ സെക്കൻഡിൽ നിന്ന് പിന്നെ നമ്മളെ കേരളത്തിലേക്ക് വിടില്ലല്ലോ? സെക്കൻഡ് അലോട്ട്മെന്റിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലോട്ട് വിടുകയില്ല. ഓൾ ഇന്ത്യയുടെ തന്നെ തേർഡിലോട്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഫസ്റ്റിൽ കോളേജ് എടുക്കുന്നതായിരിക്കുമോ ബെറ്റർ, അതോ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ കാത്തു നിൽക്കണോ? കേരളത്തിൽ ഒരു കോളേജാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേരള അലോട്ട്മെന്റ് വഴി എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല ഒരു ബെറ്റർ നമുക്ക് കിട്ടും, ഈ ഒരു റേഞ്ചിന് നമുക്ക് കേരളത്തിൽ കിട്ടുമോ? തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കോളേജ് ആയിരിക്കും. അത് മതിയെന്നുണ്ടെങ്കിൽ കേരള അലോട്ട്മെന്റ് വഴി കയറുന്നതായിരിക്കും നല്ലത്. അതല്ല റാങ്കിങ് കൂടുതലുള്ള ഒരു കോളേജിനൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റിൽ ചേരുന്നതായിരിക്കും നല്ലത്. നമുക്ക് കേരളത്തില് ഈ റാങ്ക് താഴ്ന്ന കോളേജിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും തമിഴ്നാട്ടിൽ ഇപ്പൊ സാറ് പറഞ്ഞ ഈ പിന്നെ കോളേജുകൾ? യഥാർത്ഥത്തിൽ MBBS പഠനം എന്ന് പറയുന്നതിന് കോളേജുകളുടെ ഫെസിലിറ്റിയോ റാങ്കിങ്ങിനോ ഒന്നും ഒരു പരിധിക്ക് അപ്പുറത്ത് ഘടകമല്ല. നമ്മുടെ വീടിനടുത്തുള്ള ഏറ്റവും ഒരു കോളേജിൽ എത്രയും പെട്ടെന്ന് UG പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് PG ചെയ്യുമ്പോഴാണ് നല്ല കോഴ്സായിരിക്കണം, ആ കോഴ്സിന് പറ്റിയ ഹോസ്പിറ്റലുകളായിരിക്കണം, ഫാക്കൽറ്റി ആയിരിക്കണം, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉള്ളത്. MBBS എന്ന് പറയുന്ന ഒരേ ഡിഗ്രിയാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത്. ഏറ്റവും അടുത്ത് കംഫർട്ടായിട്ട് നിൽക്കാവുന്നിടത്ത് എടുക്കുക എന്നാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് കേരളത്തിൽ നമുക്ക് അടുത്താണ് മഞ്ചേരി ഒക്കെ, അതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ സാറേ? ഫസ്റ്റിൽ ലഭിക്കുകയില്ല, സെക്കൻഡിലും തേർഡിലും ലഭിക്കുകയും ചെയ്യും. അത് ഓൾ ഇന്ത്യ വഴി കിട്ടുമോ നമുക്ക്? ഇല്ല, കേരള വഴിയേ കിട്ടുകയുള്ളൂ. കേരള വഴിയേ കിട്ടുള്ളൂ അല്ലെ? നമ്മൾ പിന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം സാറേ? അത് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ടില്ല. കേരളത്തിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അലോട്ട്മെന്റ് സമയത്ത് കാണിച്ചാൽ മതിയാകും. ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾ ഇന്ത്യ വഴി എടുക്കുകയാണെങ്കിൽ എടുക്കണോ? വേണ്ട, കേരള വഴിയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഹലോ, നമസ്കാരം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്റെ പേര് നിവേദ് പ്രകാശ് ആണ്. നമസ്തേ, പറയൂ. ഞാൻ ഇവിടെ റിപ്പീറ്റ് എക്സാമിന് പഠിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ ഈ വർഷം നീറ്റ് എനിക്ക് 634 മാർക്കും 40,415 റാങ്കും ഉണ്ട്. ഓക്കെ. കമ്മ്യൂണിറ്റി വൈസ് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? ESCയോ EWS OBCയോ? ESI ഉണ്ട്. ഓക്കെ. അപ്പോ ഇന്നലെ എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്കറിയാലോ, ഏതാണ്ട് 55,000 റാങ്ക് വരെ ജനറൽ വിഭാഗത്തിന് തന്നെ ഉറപ്പായിട്ടുണ്ട് ESIയുടെ സീറ്റുകൾ.
ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സീറ്റുകൾ ലഭിക്കും. ഓക്കെ 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 മോനെ, ഓക്കെ സാർ. ബൈ. ഹലോ, ഡയറി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ശിവൻ സാറല്ലേ? അതെ അതെ, പറയൂ. കൊല്ലത്ത് നിന്നാണ് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് പറയുമോ? എന്റെ മോക്ക് സ്കോർ 521 ഓക്കെ കാറ്റഗറിയാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവും? നമുക്ക് അല്പസാധ്യതകൾ കുറവാണ്. 10-20 മാർക്ക് കുറഞ്ഞു പോയെന്ന് സംശയമുണ്ട്. എന്താണേലും കേരള മെഡിക്കൽ റാങ്കും കാറ്റഗറി റാങ്കും വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു 550 മാർക്കൊക്കെയാണ് സേഫ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഡയറി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഞാൻ ഷൊർണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാറേ. എന്റെ മോൾക്ക് 624 മാർക്കാണ്. ഓക്കെ. PSI IP ആണ്. ഓക്കെ. ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് സാറേ? ഓൾ ഇന്ത്യ റാങ്ക് 54,360. ഓക്കെ. കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടോ? OBC എന്തെങ്കിലാണോ അതോ ജനറലാണ്? ഇല്ല, ജനറലാണ്. ഓക്കെ. ജനറലാണ്. അപ്പൊ നമുക്ക് കേരളത്തില് സ്റ്റേ വേക്കൻസിയിൽ സീറ്റ് കിട്ടുമോ? കൊല്ലം പാരിപ്പള്ളിയാണോ സാറേ? കൊല്ലം പാരിപ്പള്ളി അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ കോളേജിലോ സ്റ്റേ വേക്കൻസി നോക്കിയാൽ ഒന്നായിരിക്കുമോ? ഇല്ല, ESI വെച്ചിട്ട് കൊല്ലത്ത് മാത്രമേ നമുക്ക് സാധ്യതയുള്ളൂ. പക്ഷെ അത് സ്റ്റേ വേക്കൻസിയിൽ സാധാരണ വേക്കൻസി വരാറില്ല. അതിനേക്കാളും നല്ലത് ആദ്യഘട്ട അലോട്ട്മെന്റുകളിൽ ഗുൽബർഗ പോലുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതെ അല്ലേ? അത് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ESIയുടെ 11 കോളേജുകളും വെച്ച് കഴിഞ്ഞാൽ ESIയുടെ കോളേജുകൾ ഉറപ്പായിട്ട് അഡ്മിഷൻ കിട്ടുകയും അവിടെ അഡ്മിഷൻ എടുത്തുകൊണ്ട് ബാക്കി കേരളത്തിന്റെ സാധ്യതകൾ മൂന്നാമത്തെ റൗണ്ടിൽ വരെ നമുക്ക് നോക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് അഗ്രികൾച്ചർ BDS എന്നിവയില് ഗവൺമെന്റ് സീറ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ടോ? BDSന് ലഭിക്കില്ല, അഗ്രികൾച്ചറിന് ലഭിക്കും. ഓക്കെ. ഡയറി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്കാരം സാറ്. ഞാൻ ചെന്നൂരത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ സാറേ. എന്റെ മകന് പാല് പഠിച്ചതായിരുന്നു. അപ്പൊ അവന്റെ മാർക്ക് 642 ആണ്. ഓക്കെ. ഓൾ ഇന്ത്യ റാങ്ക് 36,101 ഇപ്പൊ കിട്ടിയത്. ഓക്കെ. അപ്പൊ അവന് ഈ IP സർട്ടിഫിക്കറ്റ് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഏത് കോളേജിലായിരിക്കും കൂടുതൽ പ്രിഫറൻസ്? പാരിപ്പള്ളി കിട്ടുമോ അതോ ബാംഗ്ലൂര്? അങ്ങനെ ബാംഗ്ലൂര്, ചെന്നൈ, ഗുൽബർഗ ആയിരിക്കും കൂടുതൽ സാധ്യതകൾ. അപ്പൊ നമ്മള് സാറ് പറഞ്ഞ് നമ്മള് MCCയുടെ ഇതില് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്ത കാര്യമില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പം നമ്മള് ഈ ചോയ്സ് ഫില്ലിംഗ് എങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടത്? കേരളത്തിലെ കോളേജുകൾക്കാണ് ഏറ്റവും താല്പര്യമെങ്കിൽ കൊല്ലം പാരിപ്പള്ളി ഉൾപ്പെടെയുള്ള 11 കോളേജുകളും പ്രിഫറൻസ് ഓർഡറിൽ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ IP വാർഡിന്റെ അപ്പൊ നമുക്ക് ജനറൽ ഇതിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? യാതൊരു കുഴപ്പമില്ല. ഓക്കെ. ഹലോ, ഡയറി ഡൗട്ട് ടു ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം, ശിവൻ സാർ. ഞാൻ ദോഹ, ഖത്തറിലാണ്. എന്റെ മകള് പാല ബ്രില്യന്റ് പഠിച്ച കുട്ടിക്ക് വേണ്ടി. ഓക്കെ. 622 ആണ് മാർക്ക്. ഓക്കെ സാറേ. കാറ്റഗറി. ഓക്കെ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ സീറ്റുകളുടെ എണ്ണമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 23,000, 23,700 വരെയൊക്കെയാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. 37 കോളേജുകളോളുമാണ് കൂടുതലായിട്ട് അനുവദിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു 25,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ വിലയിരുത്തുകയോ ചെയ്തിട്ട് കേരള ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഗവൺമെന്റിന്റെ 12 സീറ്റുകളും വെച്ചതിന് ശേഷം സെൽഫ് ഫിനാൻസിങ്ങളുടെ കോളേജ് പ്രിഫറൻസ് ഓർഡറിൽ വെക്കുന്നതായിരിക്കും അഭികാമ്യം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കിട്ടും. നമുക്കത് സെക്കൻഡ്, തേർഡ് വരെ നമുക്ക് ഗവൺമെന്റ് സീറ്റുകൾക്ക് വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. കേരളയിൽ കൊടുക്കുമ്പോൾ ഗവൺമെന്റ് കോളേജസ് കൊടുത്തതിന് ശേഷം സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സീറ്റ് കിട്ടും, അവിടെ പോയി ചേരുന്നു. സെക്കൻഡ് ഓൾ ഇന്ത്യ നമ്മൾ നോക്കുന്നു, എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ നോക്കുന്നു. കേരളത്തിൻ്റെ സെക്കൻഡിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ നോക്കുന്നു. കേരളത്തിൻ്റെ തേർഡിനകത്ത് ഗവൺമെൻറ് സീറ്റ് കിട്ടാനുണ്ടോ നോക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ സാധ്യതകളെയും മനസ്സിലാക്കുന്നു. ഓക്കെ സാർ. ഹയർ ഓപ്ഷൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം തേർഡ് അലോട്ട്മെന്റ് വരെ.
ഫിനാൻസിലെ OBCക്ക് ഫീസ് എക്സംഷൻ ഒന്നും ഉണ്ടാവില്ല. ഇല്ല സാറേ, അത് ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലെ OEC കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി സാറേ, വളരെ സന്തോഷം. ഓക്കെ വീഡിയോസും ഡൗട്ടൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ സാറേ. ഓക്കെ. ഹലോ, ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ, പറയൂ സാറേ. മോൾക്ക് 578 മാർക്കാണ്. ഓക്കെ ഓക്കെ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. ഓക്കെ, നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും പുഷ്പഗിരി, സോമർവെല്ല് അതുപോലുള്ള എല്ലാ കോളേജുകളും ലഭ്യമാകുന്നതായിരിക്കും. കിട്ടുമല്ലേ? തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സീറ്റുകൾ ലഭ്യമായി തുടങ്ങും. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടുമോ? ഫസ്റ്റ് അലോട്ട്മെന്റിൽ സാർ 19 കോളേജുകളും വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സീറ്റുകൾ ലഭ്യമാകും. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി സാർ. ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഞാൻ മോൾക്ക് വേണ്ടി വിളിക്കണേ. പറയൂ. മോള് 536 മാർക്ക്. ഓക്കെ. അപ്പൊ കേരളത്തിലെ സാധ്യത ഒന്ന് പറയൂ. SC കാറ്റഗറിയാണ്. കേരളത്തിൽ നമുക്ക് പാലക്കാട് പോലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ KMCT, മലബാർ, ശ്രീനാരായണ, PK ദാസ്, സോമർവെല്ല് അതുപോലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ ട്യൂഷൻ ഫീസ് ഒഴിവാക്കി പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ സീറ്റുകൾ ലഭിക്കും. അത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച്, പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാധ്യമാകും. പിന്നെ അപ്പോൾ ഓൾ ഇന്ത്യയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേണ്ട, കേരളത്തിൽ മാത്രം ഗവൺമെൻറ് കോളേജും സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ഓപ്ഷൻ വെച്ചാൽ മതിയാകും. ആണോ? അപ്പൊ ഓൾ ഇന്ത്യയിൽ വെച്ചാൽ കിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ. ഹലോ, ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്തേ, പറയൂ. എന്റെ വീട് കൊല്ലത്തുനിന്നാണ്. ഓക്കെ. എനിക്ക് 57 മാർക്കുണ്ട്. ഓക്കെ. എനിക്ക് ഓൾ ഇന്ത്യ ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അലോട്ട്മെന്റുകളിൽ തീർച്ചയായിട്ടും 3ാം ഘട്ടത്തിലും 4ാം ഘട്ടത്തിലും ആന്ധ്ര, തെലങ്കാന, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ലഭ്യമാകും. ഓക്കെ ഓക്കെ. തമിഴ്നാട് ചാൻസ് ഉണ്ടോ? തമിഴ്നാടിൻ്റെ ഏറ്റവും പുതിയ കോളേജുകൾ, നാഗപട്ടണം പോലുള്ള കോളേജുകളിൽ കേരളത്തിലും സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലും സാധ്യതയുണ്ട്. ഓക്കെ, അന്നേരം ഗവൺമെന്റ് സീറ്റ് കിട്ടും. കിട്ടും. പഠിക്കുന്നത് ഗവൺമെന്റിലായിരിക്കും. ഓക്കെ, ശരി താങ്ക് യു സർ. ശരി. ഹലോ, ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എന്റെ സ്കോർ 628 ആണ്. ഓക്കെ. അപ്പോ കേരളത്തില് BDS കിട്ടുമോ? OBC NCL ആണ്. കേരളത്തിൽ ഗവൺമെന്റ് BD സീറ്റ് ലഭിക്കും. നമുക്ക് കഴിയണറിയാം, 4500, 5000 കേരള മെഡിക്കൽ റാങ്ക് വരെ അലോട്ട്മെന്റുകളുടെ അവസാന ഘട്ടങ്ങളിൽ കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഓൾ ഇന്ത്യ കോട്ട വഴി ലഭ്യമാകും. കേരളത്തില് ഫസ്റ്റ് ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലെ കോളേജ് അല്ല, കേരളത്തിന്റെ അലോട്ട്മെന്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് കേരളത്തിൽ കിട്ടാനായിട്ട്. കേരളത്തിന് പുറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയും കൊടുക്കാവുന്നതാണ്. കേരളം മാത്രം കൊടുത്താൽ മതിയോ? തീർച്ചയായിട്ടും കേരളത്തിന്റെ 2 അലോട്ട്മെന്റുകൾ നോക്കിയിട്ട് സാധ്യത ഇല്ലെങ്കിൽ മാത്രം ഓൾ ഇന്ത്യയുടെ 3ാമത്തെ റൗണ്ടിൽ കേരളവും തമിഴ്നാട്, കർണാടക ഉള്ള സ്റ്റേറ്റുകൾ കൊടുത്താൽ മതിയാകും. ശരി. ഡയലി ഡൗട്ട് ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയാണ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. കൃത്യം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞു തരാൻ ശിവൻ സാർ തയ്യാറായി തന്നെ വന്നിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ഒരുപാട് പ്രേക്ഷകരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ വളരെ കുറച്ച് പേരിലേക്ക് മാത്രം നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധിച്ചു. അവർക്ക് വ്യക്തമായ മറുപടിയും നൽകി. എന്നാൽ ഇനിയും വരും ദിവസങ്ങളിലും ഈ എപ്പിസോഡ് തുടരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങളെ വിളിക്കാൻ ശ്രമിച്ച ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.